ഇന്ന് നമുക്ക് സുജോക് തെറാപ്പിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സുജോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സുജോക്ക് എന്ന വേർഡിലെ സു മീൻസ് ഹാൻഡ്സ്, കൈകൾ, ആൻഡ് ജോഗ് മീൻസ് ലെഗ്സ്, കാലുകൾ എന്നാണ്. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കയ്യിലും കാലിലും മാത്രമാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ടാണ് ഇതിനെ സുജോക് തെറാപ്പി എന്ന് വിളിക്കപ്പെടുന്നത്. സുജോക് തെറാപ്പി അക്യൂപഞ്ചറിലെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണ്. എങ്കിൽ കൂടി നമ്മൾ നോർമലി അക്യൂപഞ്ചർ ചെയ്യുന്നത് നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ സുജോക് തെറാപ്പിയിൽ നമുക്ക് നീഡിൽസിൻ്റെ ഭയമില്ലാതെ തന്നെ തെറാപ്പി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, നമുക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആയ ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി എന്നിവയുടെ കൂടെ ഒരു സപ്പോർട്ടീവ് തെറാപ്പിയായിട്ട് യൂസ് ചെയ്തുകൊണ്ട് രോഗങ്ങളെ ക്യൂർ ചെയ്യാനായിട്ട് കഴിയും. സുജോക്ക് നമ്മുടെ കൈകളിലെയും കാലുകളിലെയും ചില പർട്ടിക്കുലർ പോയിൻറ്റ്സിലുള്ള എനർജി ബാലൻസിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനർജി കൂടുതലാണെങ്കിൽ കുറയ്ക്കുകയും കുറവാണെങ്കിൽ കൂട്ടുകയും ചെയ്തുകൊണ്ട് എനർജിയുടെ ബാലൻസ് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സുജോക് തെറാപ്പി നമ്മൾ പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് എനർജി ബാലൻസിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലീവ്സ് ആണെങ്കിൽ അതിനെ ലീഫ് തെറാപ്പി എന്നും, കളേഴ്സ് ആണെങ്കിൽ നമ്മൾ കളർ തെറാപ്പി എന്നും, ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഫ്ലവർ തെറാപ്പി എന്നും, സീഡ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ സീഡ് തെറാപ്പി എന്നും, മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുള്ള തെറാപ്പീനെ മാഗ്നറ്റിക് തെറാപ്പി എന്നും, അതേപോലെ മോക്സിബിഷൻ അല്ലെങ്കിൽ മോക്സ സ്റ്റിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന തെറാപ്പീനെ നമ്മൾ സുജോക്കിൽ തന്നെ മോക്സിബിഷൻ തെറാപ്പി എന്നും വിളിക്കുന്നുണ്ട്. ഇനി സുജോക് തെറാപ്പി നമുക്ക് ബുദ്ധിമുട്ടുകളെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഉറക്കമില്ലായ്ക, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ, ജോയിൻറ്റ് പ്രോബ്ലംസ്, ശരീരഭാരം കൂട്ടാൻ കുറയ്ക്കാൻ, പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനൊപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിയായി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് തെറാപ്പിയായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ കൈകളിലും കാലുകളിലും എങ്ങനെയാണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പിക്ചേഴ്സിൽ കാണിക്കുന്നത്. അതിൽ ആദ്യം കാണിച്ചേക്കുന്നത് നമ്മുടെ കൈകളിൽ എങ്ങനെയാണ് ഓർഗൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും, രണ്ടാമത് കാണിച്ചേക്കുന്നത് നമ്മുടെ കാലുകളിൽ എങ്ങനെയാണ് ഓർഗൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പിക്ചറിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കണ പോലെ തന്നെ നമ്മൾ ഓരോ കൈയിലെയും കാലിലെയും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ മെയിൻ പോയിൻറ്റ്സ് കണ്ടെത്തുകയും അതിൽ സ്റ്റിമുലേഷൻ കൊടുത്ത് എനർജി കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ എനർജി ബാലൻസ് ചെയ്യുകയും നമുക്കുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്.